ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിൽ കുറച്ച് സംശയങ്ങൾ ചോദിച്ച് എനിക്ക് വാട്സപ്പിലും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കേണ്ടായി. അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് കുറെ ആൾക്കാർ സംശയം ചോദിക്കണ്ടായി. ഒരു ബോട്ടിൽ അതിന്റെ ഡോസ് എത്രയാണ്, എത്ര കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാം, അതെങ്ങനെയാണ് അതിന്റെ അളവ്, പിന്നെ അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഒരു തവണ അത് മിക്സ് ചെയ്താൽ എത്ര ദിവസം വരെ ഇരിക്കുമെന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കണ്ടായി. ഇതിൽ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കടകളിൽ നിന്ന് വാക്സിൻ വാങ്ങുമ്പോൾ അതിന് പുറത്ത് എത്ര കുഞ്ഞുങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതായത് 100 ഡോസ് 200 ഡോസ് അങ്ങനെയുള്ള എഴുതിയിട്ടുണ്ടാവും. അതായത് ഒരു കുഞ്ഞ് ഒരു ഡോസാണ് കണക്കാക്കിയിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 100 ഡോസാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചെറുത് ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല. അതാണ് ചെറുത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അവരോട് ഐസ് ക്യൂബ് അതിന്റെ കൂടെ വെച്ച് തരാൻ പറയണം. കാരണം ഇത് തണുപ്പുള്ള അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലല്ല, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട ഒരു മരുന്നാണ്. കാരണം ഇതിനകത്ത് ജീവനുള്ള അണുക്കളാണ് വരുന്നത്. ആ അണുക്കളാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അണുക്കൾ 12 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത്. അതിൽ കൂടുതലായാൽ അതിൽ മാറ്റങ്ങൾ വരും. അത് നമ്മളെ കോഴിയെ ബാധിക്കും. പിന്നെ ഇതിന്റെ അളവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അളവെന്ന് വെച്ചാൽ, നമ്മളതിൽ ഒരു ലിക്വിഡും പിന്നെ വാക്സിന്റെ ഒരു ബോട്ടിലൂടെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോഴിക്കുഞ്ഞിന് ഒരു ഡ്രോപ്പാണ് കൊടുക്കേണ്ടത്. അത് കണ്ണിലോ മൂക്കിലോ വായിലോ കൊടുക്കാം. ഓരോ ഡ്രോപ്പ് വീതമാണ് കൊടുക്കേണ്ടത്. പിന്നെ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം, നല്ല ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കേ വാക്സിൻ കൊടുക്കാവൂ. ക്ഷീണിച്ച് ഇരിക്കുന്നതോ അല്ലെങ്കിൽ അസുഖമുള്ളതോ ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വാക്സിൻ കൊടുക്കരുത്. അത് ആ കുഞ്ഞിന്റെ നാശത്തിലേക്ക് വരുള്ളൂ. പിന്നെ ചോദിച്ചൊരു കാര്യം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം സൂക്ഷിക്കാം എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾ എന്നല്ല, മണിക്കൂറുകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ, അത് 1-1.5 മണിക്കൂറിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അതിനുശേഷം നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാക്സിന്റെ സ്വഭാവം തന്നെ മാറും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് വരെ അത് വഴിവെച്ചേക്കാം. പിന്നെ വാക്സിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിയുന്നതും രാവിലെ നേരത്തെ അതുപോലെ വൈകുന്നേരങ്ങളിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പകൽ സമയത്ത്, ചൂടുള്ള സമയത്ത് ഒരിക്കലും നമ്മൾ വാക്സിൻ കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് തണുപ്പുള്ള സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത് വെച്ച മരുന്ന് ബാക്കി വരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വാക്സിൻ മിക്സ് ചെയ്തിട്ട് ബാക്കി വരുന്ന മരുന്ന് ഒരു കാരണവശാലും കോഴിക്കുഞ്ഞുങ്ങളുടെ പരിസരത്ത് ഇടരുത്. കുറച്ച് ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് കളയുക. കാരണം അത് അണുക്കളാണ്, ജീവനുള്ള അണുക്കളാണ്. അത് കോഴിക്കൂടിന്റെയോ ഫാമിന്റെയോ അടുത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ അത് വിപരീതമായി ബാധിക്കാൻ കാരണമാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാക്സിനിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.